അപ്പോൾ നമ്മുടെ ബിന്ദു ചേച്ചി ഇത് കണക്ട് ചെയ്യാൻ പോവുകയാണ്. താണ്ടാണ്ട് എങ്ങനെയാണ് ചേച്ചി നോക്കട്ടെ. അപ്പോൾ നമ്മുടെ കണക്റ്റിങ്ങിലേക്ക് പോയിരിക്കുകയാണ്. അടിപൊളി സ്വിച്ച് ഇട്ട്. ബിന്ദു ചേച്ചി ഈ ചകിരിനാരെടുത്ത് ഞാൻ പിരിച്ച കയറുകളാണ് ഈ കാണുന്നതൊക്കെ. ഇത് പിരിച്ചു കുത്തി പമ്പരത്തെ ചുറ്റി ഇതെല്ലാം ചേച്ചി ഉണ്ടാക്കിയതാണല്ലേ? അടിപൊളി ചേച്ചി. ഇത് കടയിലൊക്കെ വരുമ്പോ ഇതിന് എത്ര രൂപയാവും ചേച്ചി? കടയിലൊക്കെ റേറ്റ് കൂടുമല്ലയോ? നമസ്കാരം. എന്താ പറയുന്ന ചേച്ചി? നല്ലത് തന്നെ. ആണോ? ഇതേതാ സ്ഥലം ഏതാ ചേച്ചി? ഇത് കലവൂര്, ആലപ്പുഴ ജില്ലയിൽ കലവൂര്. അപ്പോ നമ്മള് കൊട്ടാരക്കരയിൽ നിന്നും ആലപ്പുഴ വരെ വന്ന് വടം വലിക്കാനും ഇതിനെ നമ്മുടെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കേരളീയർക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനമുള്ള ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ഈ ഒരു അപൂർവങ്ങളിൽ അപൂർവമായ കരിപ്പോട്ടുകാരെന്നൊക്കെ പറയും. അപ്പൊ നമ്മൾ ആലപ്പുഴയിലാണ് നമ്മുടെ ഒരു എന്താ പറയാ നമ്മുടെ ചേച്ചിയുടെ ഒരു വീട്ടിലെത്തിയിട്ടുണ്ട്. ചേച്ചിയല്ലേ? ആദ്യ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വടംവലി നമ്മൾ ഓർമ്മയിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ചേച്ചി ബായ ചേച്ചി നമ്മൾ ഇന്ന് നമ്മുടെ ചേച്ചിയുടെ മനോഹരമായ കുറച്ച് നല്ല വിശേഷങ്ങളിലേക്ക് പോവുകയാണ്. ഈ കയർ അല്ലേ, കയർ പിരിച്ചുള്ള ഉപജീവന മാർഗമാണ് ചേച്ചിയുള്ളത്. അന്നേരം ഒരു ദിവസം 100 കയറൊക്കെ പിരിച്ചല്ലയോ? 100 കയർ പിരിച്ച് 350, 100 കൂടുതൽ പിരിക്കുമല്ലയോ? അത്യാവശ്യം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്ന ചേച്ചിയാണ്. അങ്ങനെ വലിയ നല്ല ചേച്ചിയുടെ ഉപജീവനത്തിൽ മാറിയിട്ടില്ലേ? അപ്പൊ നമുക്ക് ചേച്ചിയുടെ മനോഹരമായിട്ടുള്ള കുറച്ച് നല്ല വിശേഷങ്ങൾ അല്ലേ പിടിക്കുക. വടം വലിക്കുക ചേച്ചിയുടെ കയർ പൊട്ടുവല്ലോ നോട്ടെ. പൊട്ടുന്ന കയറല്ല, ഈ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. ഓക്കെ, കമോ. ചകിരി എടുക്കുന്ന കാണിച്ചു ചേച്ചി. എങ്ങനെയാണ് കാണിച്ചു ചേച്ചി? ഇങ്ങനെ എടുത്ത് കൊണ്ടുവന്നിട്ട് നിശ്ചയത്തിൽ ഇങ്ങനെ കണ്ടോ? സ്വിച്ച് വിട്ടല്ലയോ? ഇങ്ങനെ പുറകോട്ട് പോണം. അപ്പുറം ഇപ്പുറം കൊടുത്തിട്ടുണ്ട്. കയറാവും ഓട്ടോമാറ്റിക് ആയിട്ട്. ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി, ഒന്നുകൂടെ ഒന്ന് കാണിക്കാൻ പറ്റുമോ ചേച്ചി? പ്രേക്ഷകർക്ക് വേണ്ടി നമ്മളത് ചേച്ചി, നമ്മുടെ ബിന്ദു ചേച്ചി ഒന്നുകൂടെ അത് കാണിച്ചു തരുന്നതാണ്, പഠിപ്പിക്കുന്നതാണ്. ഉപജീവന മാർഗ്ഗം ഇതൊരു ക്ലാസ്സും കൂടിയാണ് നമ്മുടെ ബിന്ദു ചേച്ചി. ചകിരി വെള്ളം കുടഞ്ഞ് എടുത്ത് തിരി തീർക്കുന്ന കണക്ക് തീർത്തു. അടിപൊളി നോക്കിക്കോണം. എടുത്ത് ഇഴ എടുത്ത് 2 എടുത്തിട്ട് അപ്പുറം വെച്ചാണ്ടേ. ഇവിടെ ഒരു കണക്റ്റിങ്. ഇവിടെ ഒരു കണക്റ്റിങ് സ്വിച്ചിട്ട് അടിപൊളി അങ്ങനെ കയറായിക്കൊണ്ടിരിക്കുകയാണ്. അടിപൊളി. ഇപ്പം കയറിനൊക്കെ എന്താ വിലയുണ്ടോ ചേച്ചി? 100 കയറ് പിരിച്ചു കൊടുത്താൽ പിരിച്ചു കുത്തി പമ്പരത്തെ ചുറ്റി കൊടുത്താൽ 350 രൂപയുണ്ട്. 100 കയറ് പിരിച്ച് കയറെന്ന് പറയുമ്പോ 200 തുമ്പുണ്ടാവും. ഈ തൊണ്ടൊക്കെ എവിടുന്ന ചേച്ചി? ചകിരി തമിഴ്നാട്ടിൽ നിന്ന് എടുക്കണതാണ്. ലോഡ് വന്നിട്ട് വഴി എടുക്കണതാണ്. ചകിരി സൊസൈറ്റി വരെ കിട്ടുന്നല്ലേ? ഇത് ചകിരി എത്ര കയറ് പിരിക്കാൻ കാണുന്നത്? ഇത് ഈ മടിയിലിരിക്കുന്നതാണ്. ഇതൊരു 10 കയറെങ്കിലും പിരിക്കാം. 10 കയറ് പിരിക്കാം. എത്രാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ചേച്ചി ഇത്? ഞാൻ 13ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. എത്രാമത്തെ വയസ്സിലാ ചേച്ചി? 13ാമത്തെ വയസ്സിലാണ് നമ്മുടെ ബിന്ദു ചേച്ചി ഈ ജോലിയിൽ ഏർപ്പെട്ടത് അല്ലയോ? വളരെ മനോഹരമായിട്ട് അടിപൊളി കയറാവാൻ പോവുകയാണ്. ഒരു മിനിറ്റ് ചേച്ചി, കണക്ട് ചെയ്തതിന് മുമ്പ് നമ്മുടെ കയറിൻ്റെ ഇത് കാണിക്കാം. ചേച്ചി ഇപ്പം അവിടുന്ന് ഇത്രയും എടുത്ത് കയറായി ഒരുമിച്ച് കെട്ടി തുമ്പ് കൂട്ടിയിട്ട് അതി വെക്കും. തുമ്പ് കൂട്ടിയിട്ട് ഇതിനകത്ത് കണക്ട് ചെയ്ത് ഇനി എങ്ങനെ ചേച്ചി? സ്വിച്ച് ഓൺ ചെയ്യണം. ഒരു മിനിറ്റ് സ്വിച്ച് ഓൺ ചെയ്ത് ഓൺ ചെയ്തിട്ട്
ഇത് കൊണ്ടുവരണം, കയറാകണമാണ്. കയറാകുന്ന ഇങ്ങനെയാണല്ലേ? അതെ അതെ അതെ. ഈ കയറിന്റെ പേരെന്ത് വെച്ച്? എന്തൊക്കെ പേരുണ്ട് ചേച്ചി ഇത്? വൈക്കം. വൈക്കം. ഇത് ഭൂവസ്ത്രം എന്ന് പറയും. കുളത്തിന് തോടിനൊക്കെ സൈഡില് മണ്ണിടിയാതിരിക്കാനായിട്ട്. ഇത് വൈക്കം കയറ്. പിന്നെ ഇതിൽ ഇച്ചിരി നേർത്തിട്ട് ആണ് സീവണ്ണ്, കർണാട്ടിക്ക്. പിന്നെ ഇതിനൊക്കെ നല്ല വണ്ണമുള്ളതാണ് വടം. ആനയൊക്കെ തടി പിടിക്കാൻ പണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇതുപോലത്തെ വണ്ണമുള്ള കയർ വെച്ച വടം കിട്ടി. അടിപൊളി അടിപൊളി. ചേച്ചി പിരിച്ച കയറാണല്ലേ? അതെ അതെ. ഞാൻ അവിടെ പിരിച്ചു കൂത്തി പമ്പരത്തെ ചുറ്റി വെച്ചിരിക്കുകയാണ്. ഇതിന് സൊസൈറ്റിയിൽ നിന്ന് ആളുകൾ വന്ന് കൊണ്ടുപോകും. സൊസൈറ്റി വഴിയാണ്. ഓ, നിങ്ങൾ കയറുണ്ടാക്കിയിട്ട് സൊസൈറ്റിയിൽ നിന്ന് ആൾക്കാർ വന്ന് അങ്ങനെയാണ് വിപണിയിൽ എത്തുന്നത് അല്ലേ? അടിപൊളി അടിപൊളി. ഇത് എത്ര രൂപ ഉണ്ട് ചേച്ചി കയറ്? ഇതിപ്പോ 720 കയറുണ്ട്. 720 കയറുണ്ട്. ആ, അടിപൊളി അടിപൊളി അടിപൊളി. ചേച്ചി ഇതിലേക്ക് കടന്നു വരുന്ന പുതിയ തലമുറയോട് ചേച്ചിക്ക് ഇതിലേക്ക് താല്പര്യമുള്ളതുണ്ടെങ്കിൽ അവരോട് എന്താണ് പറയാനുള്ളത്? ഒരു ഉപജീവന മാർഗം. നല്ല കാര്യം. ഇത് പ്രകൃതിദത്തമായ ഒരു എന്താണ് അന്തരീക്ഷത്തിനോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ യാതൊരുവിധ അസുഖങ്ങളോ യാതൊന്നും ഉണ്ടാകില്ല. ഇത് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു, പ്രകൃതിയിലോട്ട് മടങ്ങിയാൽ. അതാണ്. നിങ്ങൾ ഒരു ദിവസം രാവിലെ 100 എണ്ണം ഉണ്ടാക്കി കഴിഞ്ഞാൽ 350 കിട്ടും. അങ്ങനെ നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഉപജീവന മാർഗത്തിനുള്ള പൈസയും കിട്ടും അല്ലേ? അതാണ്. അന്നേരം സ്ഥലം ഇത് കലവൂര്, ആലപ്പുഴ ജില്ല കലവൂര്. അങ്ങനെ വളരെ മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു ചേച്ചി. അന്നേരം നമ്മുടെ ചേച്ചിയുടെ ജീവിതത്തിലെ കുറച്ച് നല്ല നിമിഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവെച്ച് ഒത്തിരി സന്തോഷം. അന്നേരം ചേച്ചി ഇവിടെ ഇത് കയർ കൊടുത്തുകൊണ്ട് നിർത്തിയേക്കുന്നത് ഒരു ഗിഫ്റ്റാണോ ചേച്ചി? അതെ അതെ അതെ. ആണോ? നിങ്ങൾക്കുള്ള എന്റെ ഒരു ഗിഫ്റ്റ്. അടിപൊളി അടിപൊളി അടിപൊളി. അപ്പൊ നമ്മളെ നമസ്കാരം ചേച്ചി. അപ്പൊ ഞാൻ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. അപ്പോ ഈ നമ്മളിപ്പോ അഡ്വൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനെപ്പറ്റി നമ്മുടെ ഈ എന്താ പറയാ നമ്മള് പ്രേക്ഷകരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ ബാബാന്റിയുടെ അമരൻ. അതായത് ബാബാന്റിയുടെ ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റഗ്രാമിലൂടെയും ഒക്കെ ഒരുപാട് വൈറലായ കൊട്ടാരക്കാരുടെ നമ്മുടെ പുത്തൂരിന്റെ അഭിമാനം ബാബു സുജിത്ത്. സന്തോഷമായിട്ട് ഒരുപാട് സന്തോഷം. നമ്മുടെ ചേച്ചിയാണ്ട് നമുക്ക് മൊമെന്റോ ആകാൻ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരുപാട് കഷ്ടപ്പാടുകളുള്ള അല്ലാണ്ട് നമ്മുടെ നാട്ടിലുള്ള എല്ലാ ചേച്ചിമാരും കണ്ടുപഠിക്കണ്ട ഒരു മാതൃക. അപ്പൊ ചേച്ചി ഒരുപാട് സന്തോഷം. നമുക്ക് അപ്പൊ ഒരു പഞ്ച് കൊടുത്താലോ ചേച്ചി? ഒരു പഞ്ച് കൊടുക്കും.